അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ലാത്ത 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ജീവിതത്തിൽ പണം സൂക്ഷിച്ച് ചെലവാക്കുക എന്നത് വളരെ നല്ല ഒരു ശീലമാണ്. പണം വെറുതെ കളയാതെ സമ്പാദിച്ചു വെക്കണമെന്ന് നമ്മയെല്ലാം ചെറുപ്പം മുതലേ മുതിർന്നവർ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. എന്നാൽ പണം ലാഭിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ചില പിശുക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും, എന്തിനേറെ പറയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ബറക്കത്ത് പോലും ഇല്ലാതാക്കും. ഈ കാര്യം എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പണം മാത്രം നോക്കി ചിലയിടങ്ങളിൽ നമ്മൾ പിശുക്ക് കാണിച്ചാൽ അത് നമ്മെ വളർത്തുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ വലിയ തകർച്ചയിലേക്കായിരിക്കും എത്തിക്കുക. ചില കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ഉദാരതയാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒട്ടും തന്നെ പിശുക്ക് കാണിക്കാൻ പാടില്ലാത്ത 10 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം അറിവ് നൽകുന്നതിലാണ്. നമ്മൾ പഠിച്ച നല്ല കാര്യങ്ങളും അറിവുകളും മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ ഒരിക്കലും മടി വിചാരിക്കരുത്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, അത് മറ്റൊരാൾക്ക് സൗജന്യമായി പറഞ്ഞു കൊടുക്കില്ല എന്ന് ചിന്തിക്കുന്നത് വലിയ ഒരു മാനസിക പിശുക്കത്തരമാണ്. നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ഉപദേശം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും തോറും അത് കുറഞ്ഞു പോകുന്നില്ല, പകരം നമ്മുടെ മനസ്സിൽ അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഉപകാരപ്രദമായ അറിവുകൾ ഒളിപ്പിച്ചു വെക്കാതെ മറ്റുള്ളവർക്ക് എപ്പോഴും പകർന്നു നൽകിക്കൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കൾക്കായി ചിലവഴിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. നമ്മെ ഇന്നത്തെ നിലയിലെത്തിക്കാൻ സ്വന്തം ജീവിതവും സന്തോഷവും മാറ്റിവെച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർക്ക് പ്രായമാകുമ്പോൾ അവർക്കായി പണമോ സമയമോ സ്നേഹമോ ചിലവഴിക്കാൻ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. അവർക്ക് നല്ല വസ്ത്രം വാങ്ങാനോ നല്ല ഭക്ഷണം നൽകാനോ കൃത്യസമയത്ത് മരുന്ന് വാങ്ങാനോ പണത്തിൻ്റെ കാര്യം ഒരിക്കലും നോക്കാൻ പാടില്ല. അവർക്കായി നമ്മൾ ചിലവഴിക്കുന്ന ഓരോ ചെറിയ തുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മയും ഐശ്വര്യവും കൊണ്ടുവരും. അവരുടെ മുഖത്തെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. മൂന്നാമത്തെ കാര്യം, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലാണ്. പലരുടെയും വിചാരം കയ്യിലുള്ള പണം മറ്റൊരാൾക്ക് ദാനം ചെയ്താൽ നമ്മുടെ സമ്പത്ത് കുറഞ്ഞു പോകും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. മനസ്സറിഞ്ഞു കൊടുക്കുന്ന ദാനം നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുകയും അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, വഴിയില്ലാത്തവരെ സഹായിക്കുക, രോഗികൾക്ക് തുണയാവുക എന്നിവയെല്ലാം മനുഷ്യൻ്റെ മഹത്വം ഉയർത്തുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൊടുക്കുന്ന ചെറിയ ഒരു തുകയായിരിക്കാം ചിലപ്പോൾ വലിയൊരു കുടുംബത്തിൻ്റെ കണ്ണുനീരൊപ്പാൻ സഹായിക്കുന്നത്. നാലാമത്തെ കാര്യം, കുടുംബത്തിന് സ്നേഹവും സമയവും നൽകുന്നതിലാണ്. ചില ആളുകളുണ്ട്, പുറത്തുപോയാൽ കൂട്ടുകാരോടും മറ്റുള്ളവരോടും വളരെ നന്നായി ചിരിച്ചു സംസാരിക്കും, ഭയങ്കര ഉദാരമായിരിക്കും. എന്നാൽ സ്വന്തം വീട്ടിലെത്തിയാൽ എപ്പോഴും ദേഷ്യവും മുഖം ചുളിക്കലും മാത്രമായിരിക്കും. ഭാര്യയോടും മക്കളോടും സഹോദരങ്ങളോടും സ്നേഹത്തോടെ സംസാരിക്കാൻ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. അവർക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക. സ്നേഹത്തോടെയുള്ള ഒരു വാക്കോ ഒരു പുഞ്ചിരിയോ മതി നമ്മുടെ കുടുംബത്തിൽ വലിയ സന്തോഷം നിറയ്ക്കാൻ. അഞ്ചാമത്തെ കാര്യം, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിലാണ്. ഒരു നല്ല കാര്യം ചെയ്യാനുള്ള അവസരം നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടരുത്. വഴിയരികിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റുന്നതോ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കുന്നതോ ഒരാളോട് വഴി ചോദിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതോ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായി തോന്നാം. എന്നാൽ ഇത്തരം നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വലിയ സഹായമായിരിക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിനെല്ലാം ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. ആറാമത്തെ കാര്യം, സ്വന്തം ആരോഗ്യം നോക്കുന്നതിലാണ്. പണം ലാഭിക്കണമെന്ന് കരുതി സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. നല്ല ഭക്ഷണം കഴിക്കാതിരിക്കുക, അസുഖം വരുമ്പോൾ ഡോക്ടറെ കാണാൻ മടിക്കുക,
ശരീരത്തിന് വിശ്രമമില്ലാതെ ജോലി ചെയ്യുക, ഇതൊക്കെ വലിയ വിഡ്ഢിത്തരമാണ്. ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് സമ്പാദിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും കഴിയുകയുള്ളൂ. ശരീരം ആവശ്യപ്പെടുന്ന വിശ്രമവും നല്ല ഭക്ഷണവും നല്ല ചികിത്സയും നൽകാൻ ഒരിക്കലും മടി കാണിക്കരുത്. ആരോഗ്യം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നീട് എത്ര കോടികൾ ചിലവഴിച്ചാലും അതൊരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഏഴാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിലാണ്. പള്ളികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അനാഥ മന്ദിരങ്ങൾ, പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ നല്ല കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. നമ്മൾ ഈ ഭൂമിയിൽ സമ്പാദിക്കുന്ന പണമെല്ലാം നമ്മൾ മരിക്കുമ്പോൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ചു പോകേണ്ടി വരും. എന്നാൽ അള്ളാഹുവിൻ്റെ വഴിയിലും ദീനിലും നമ്മൾ ചിലവഴിക്കുന്ന കാര്യങ്ങൾ, അത് മാത്രമാണ് പരലോകത്ത് നമുക്ക് ശാശ്വതമായ പ്രതിഫലമായി കൂടെയുണ്ടാവുകയുള്ളൂ. അത് നമ്മൾ നാളേക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല നിക്ഷേപമാണ്. ഇനി എട്ടാമത്തെ കാര്യം മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതിലാണ്. ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ നന്നായി വസ്ത്രം ധരിച്ചാൽ, നല്ലൊരു വിജയം നേടിയാൽ അവരെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കാൻ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. നന്നായിട്ടുണ്ട്, നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ നമുക്കൊരു പണച്ചെലവുമില്ല. എന്നാൽ ആ വാക്കുകൾ കേൾക്കുന്ന വ്യക്തിക്ക് അത് നൽകുന്ന ആത്മവിശ്വാസവും സന്തോഷവും വളരെ വളരെ വലുതായിരിക്കും. മറ്റുള്ളവരുടെ വിജയങ്ങളിൽ ഒപ്പം സന്തോഷിക്കാൻ ശീലിക്കുകയും ചെയ്യുക. ഒമ്പതാമത്തെ കാര്യം ആവശ്യത്തിന് നല്ല വസ്ത്രവും ഭക്ഷണവും വാങ്ങുന്ന കാര്യത്തിലാണ്. അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തികം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം. പണമുണ്ടായിട്ടും കീറിയ വസ്ത്രം ധരിക്കുകയോ മോശം ഭക്ഷണം കഴിച്ച് ജീവിക്കുകയോ ചെയ്യുന്നത് പിശുക്കത്തരത്തിൻ്റെ വലിയ ലക്ഷണമാണ്. ധൂർത്ത് കാണിക്കണമെന്നല്ല ഇതിനർത്ഥം. പകരം നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിൽ നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളും ശരീരത്തിന് ഗുണമുള്ള നല്ല ഭക്ഷണവും കഴിക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല. അത് അള്ളാഹുവിനോടുള്ള നന്ദി പ്രകാശനം കൂടിയാണ്. പത്താമത്തെ കാര്യം, തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാൻ പാടില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരാൾക്ക് സങ്കടമുണ്ടായാൽ അവരോട് ക്ഷമിക്കണം അല്ലെങ്കിൽ സോറി എന്ന് പറയാൻ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. നമ്മുടെ അഹംഭാവം കാരണം പലരും ക്ഷമ ചോദിക്കാൻ പോലും മടിക്കാറുണ്ട്. ഒരു ക്ഷമ പറയുന്നതിലൂടെ നമ്മൾ ചെറുതാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ മനസ്സിലെ നന്മയാണ് അവിടെ തെളിയുന്നത്. അത് പല വലിയ പിണക്കങ്ങളും കുടുംബ തകർച്ചയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പണം സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിനെ ആരും ഒരിക്കലും തെറ്റു പറയുകയില്ല. എന്നാൽ നമ്മൾ ഇന്ന് സംസാരിച്ച 10 കാര്യങ്ങളിൽ പിശുക്ക് കാണിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ നഷ്ടങ്ങളായിരിക്കും. അറിവ് പങ്കുവെക്കുന്നതിലും, മാതാപിതാക്കളെ നോക്കുന്നതിലും, ദാനം ചെയ്യുന്നതിലും, കുടുംബത്തിന് സ്നേഹം കൊടുക്കുന്നതിലും, സ്വന്തം ആരോഗ്യം നോക്കുന്നതിലുമൊക്കെ നല്ല രീതിയിൽ ഉദാരത കാണിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും ബറക്കത്തും യഥാർത്ഥ സന്തോഷവും എപ്പോഴും നിലനിൽക്കുകയുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. ഈ 10 കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.